അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് ജനുവരി 16 നടക്കും. 18ഓളം ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 7 മാസക്കാലമായി സഹകരണ സംഘത്തിന് ഭരണസമിതി ഇല്ലാതിരുന്നത് സംഘത്തിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കിയിരുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിട്ട് 7 മാസമായി. ഭരണസമിതിക്കിടയിൽ അഴിമതിയും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഭരണസമിതി പിരിച്ചുവിടേണ്ട അവസ്ഥയുണ്ടായി. തുടർന്ന് പുതിയ ഭരണസമിതി രൂപീകരിക്കുന്നതിനായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 18ഓളം ആളുകളാണ് മത്സര രംഗത്തുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഒരു ഗ്രൂപ്പിൻ്റെ പേരിൽ ആണ് മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ മിൽമയിൽ നാളിൽ വരെ നടന്നിട്ടുള്ള അഴിമതി കണ്ടുപിടിച്ച് അതിനെതിരെ കൃത്യമായി പരാതി കൊടുത്ത് അന്വേഷണം നടത്തിച്ച് അന്വേഷണം ശരിവെച്ചതിന് പശ്ചാത്തലത്തിൽ ഇരു മുന്നണികളും ഈ മിൽമയുടെ കാലയളവിൽ അത്രയും വമ്പൻ അഴിമതി നടത്തുന്നതിന് വലിയ ചുരുളാണ് കഴിയുന്നത്. ഇവിടുത്തെ ക്ഷീര കർഷകനെ സംബന്ധിച്ച് അവൻ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുപോയി പശുവിനെ വളർത്തി അവൻ പാലടന്ന് അവന് പാലിന് വില കുറച്ച് അവൻ്റെ കട്ട് അവന് കിട്ടുന്ന സബ്സിഡികളും എല്ലാം ഭരണസമിതി അടിച്ചു മാറ്റുന്ന സാഹചര്യമാണ് ഇടതിനും വലതിനും വിളിച്ചതുകൊണ്ട് ഈ കൃഷിക്കാരനെ ചൂഷണം ചെയ്യുന്ന ഈ കൊള്ള അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ ഇവിടെ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സംഘത്തിലുള്ളതും ഞങ്ങളുടെ സംഘത്തിലില്ലാത്തതുമായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ മത്സരിക്കുന്നുണ്ട്. ജനുവരി 16 ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുക. ഞങ്ങൾ ഇത് നിൽക്കാൻ തന്നെ ഉദ്ദേശം ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അത് എല്ലാ കർഷകരെയും നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് LDFും UDFും പറയുന്ന പോലെ ഞങ്ങൾ BJPയുടെ ആളോ അല്ലെ മറ്റൊരു സംഘടനയുടെ ആൾക്കാരല്ല. ഞങ്ങളൊരു സൗഹൃദ കൂട്ടായ്മയാണ്. അത് ഒറ്റക്കെട്ടായിട്ട് ജയിച്ചാലും തോറ്റാലും ഏത് ഭരണസമിതി വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇനിയുള്ള കാലം ഈ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം. പുതിയ ഭരണസമിതി അധികാരത്തിലേറുന്നതോടെ ക്ഷീരസംഘത്തിന്റെ പ്രവർത്തനം പഴയ രീതിയിലാകുമെന്നാണ് കർഷകരുടെയും പ്രതീക്ഷ.